വൺ പീസിൻ്റെ ചാപ്റ്റർ 1187 ഇറങ്ങിയിട്ടുണ്ട്. ഇതിലാണെങ്കിൽ നമ്മുടെ കവർ സ്റ്റോറിയിൽ നമ്മുടെ സാഞ്ചിയുടെ ഫാമിലിനെ കുറിച്ചൊക്കെയാണ് കാണിക്കുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇവരെ കുറിച്ചൊരു സംഭവം വരുന്നത്. പിന്നെ നമ്മൾ മെയിൻ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മുടെ ലൂഫി ഒരു അറ്റാക്ക് ചെയ്തിരുന്നു നമ്മുടെ ഇമൂസാമയ്ക്കെതിരെ. അതിനെതിരെ നമ്മുടെ ഇമൂസാമ രണ്ട് കയ്യിലും ഒരു ഡീമോണിക് എനർജി സമൺ ചെയ്തിട്ട് നമ്മുടെ ലോക്കിനെയും ലൂഫിനെയും അറ്റാക്ക് ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതെന്തായാലും ഒമനല്ല, വേറെന്തോ ഒരു എബിലിറ്റിയാണ്. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്തേക്ക്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ലോക്കി ഒരു അൺബ്രേക്കബിൾ ഐസിൻ്റെ ഉള്ളിൽ ഫ്രീസ് ആയിരിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഹാമർ പോയിട്ട് ഈ ഒരു ഐസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഐസ് മെൽറ്റ് ആവാൻ തുടങ്ങിയെന്നും ഇവിടെ പറയുന്നുണ്ട്. സോ നമ്മുടെ ഇമൂടെ അറ്റാക്ക് നമ്മളെ ലോക്കിക്ക് ഡയറക്റ്റായി കൊണ്ടതിന് ശേഷം നമ്മളെ ലോക്കി അവിടെ ഫ്രീസ് ആയി പോയെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഏകദേശം നമ്മുടെ റാഗ്നിയറിൻ്റെ പവർ പോലെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ അൺബ്രേക്കബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റാഗ്നിയർ അത് പൊട്ടിച്ച് കളയുന്നുണ്ട് ഈസി ആയിട്ട്. പിന്നെ നമ്മുടെ ഇമൂസാമ ഒരു ടോക്കിംഗ് ഫ്ലെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ ഒരു ഫ്ലെയിം നമ്മുടെ ലോക്കിയുടെ ചെസ്റ്റിലേക്ക് ആ ഒരു ഫ്ലെയിം വെച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഇമൂസാമ വലിയൊരു ഒറാസോഡ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു സോഡ് നമ്മുടെ എവിടെയാണോ ഈ ഒരു ബ്ലാക്ക് ഫ്ലെയിം വെച്ച് അല്ലെങ്കിൽ ഈ ടോക്കിംഗ് ഫ്ലെയിം വെച്ച് നമ്മുടെ ഇമൂസാമ അറ്റാക്ക് ചെയ്തിരുന്നത് അവിടത്തേക്ക് കൃത്യമായിട്ട് ഈ ഒരു സ്പോട്ട് ഒക്കെ തന്നെ നമ്മുടെ ഇമൂസാമ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ ലോക്കിക്ക് നല്ല രീതിക്ക് തന്നെ കൊള്ളുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മുടെ ലോക്കിനെ നമ്മുടെ ഇമൂസാമ നല്ല രീതിക്കുള്ള ഡാമേജ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു തുടക്കത്തിലൊരു സോഡ് വെച്ച് ജസ്റ്റിൽ ഒരു അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയുള്ള ഒരു അറ്റാക്കാണ് ഇപ്പോൾ വീണ്ടും ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ഇമൂസാമ ലോക്കിനെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറെ എത്ര ഈസി ആയിട്ടാണ് നമ്മുടെ ഇമൂസാമ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഇവിടെ നമ്മുടെ ഇമൂസാമ ഇപ്പോൾ ഈ യൂസ് ചെയ്ത അറ്റാക്കിൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിഗ്മ എന്നാണ് ഈ ഒരു അറ്റാക്കിൻ്റെ പേര്. പിന്നെ ഡിമോണിക് സോഡ് എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സോറോ നമ്മുടെ സമേഴ്സിൻ്റെ കൂടെയും നമ്മുടെ സാഞ്ചി നമ്മുടെ കില്ലിംഗ്ഹാമിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ സാഞ്ചി ഇവിടെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. ഈ ഒരു ലൈനിലുള്ള കാര്യം കേൾക്കുമ്പോൾ എല്ലാ സാഞ്ചി ഫാൻസിനും വളരെ സന്തോഷമാവും. കാരണം നമ്മുടെ സാഞ്ചി ആലോചിക്കുന്നത് നമ്മുടെ ഗബാനും സാഞ്ചിയോ സോറോയോ ഒരിക്കലും കോങ്കറർ ഹാക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീനില്ല. ഈ ഒരു സീന് തന്നെയാണ് ഇപ്പോൾ വീണ്ടും മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഈ ഒരു സീന് പകുതിക്കിൽ വെച്ച് കട്ട് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സീനിൻ്റെ ബാക്കി ഭാഗം കൂടെ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ സാഞ്ചിനോട് നമ്മുടെ ഗബാൻ പറയും ഒരു കിങ് ആവാനുള്ള എല്ലാ ക്വാളിറ്റീസും തനിക്ക് ഉണ്ട് എന്ന്. അതുമാത്രമല്ല നമ്മുടെ സാഞ്ചിനോട് ഗബാൻ പറയുന്നുണ്ട് തൻ്റെ ക്യാപ്റ്റനെ പൈരറ്റ് കിങ് ആക്കണമെന്നുണ്ടെങ്കിൽ തനിക്ക് ഒരു കിങ് ആയി മാറേണ്ടി തന്നെ വരുമെന്ന്. സോ ഇതിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ നമ്മുടെ സാഞ്ചിയും ഉടൻ തന്നെ കോങ്കറർ ഹാക്കി എവേക്കൻ ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ ലൂഫി ഗിയർ 5 ഫോമിൽ നമ്മുടെ ഇമൂസാമയുടെ മുന്നിൽ അപ്പിയർ ആകുന്നുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇമൂസാമ പറയും സോ യു ഫൈനലി അപ്പിയർഡ് ജോയ് ബോയ്. അത് കേട്ടതും നമ്മുടെ ലൂഫി നമ്മുടെ ഇമൂസാമയോട് പറയും എന്നെ മറ്റൊരു പേര് വെച്ച് എന്തിനാണ് വിളിക്കുന്നത്, എൻ്റെ പേര് മങ്കി ഡി ലൂഫി എന്നാണ്, ഞാൻ ഒരിക്കലും പൈരറ്റ് കിങ് ആവും എന്നും നമ്മുടെ ഇമൂസാമയുടെ മുന്നിൽ വെച്ച് നമ്മുടെ ലൂഫി പറയുന്നുണ്ട്. സോ ലൂഫി നമ്മുടെ ഇമൂസാമയുടെ മുന്നിൽ വെച്ച് പൈരറ്റ് കിങ് ആവും എന്ന് ഇമൂസാമയുടെ അത് ഫൈനൽ വില്ലൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്. ഇതിന് മുമ്പ് നമ്മുടെ ലൂഫി നമ്മുടെ കായ്ഡോനോടും ബിഗ് മാമിനോടും ഇത് പറയുന്നുണ്ട്. ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, എത്രമാത്രം ഓറ ഫാമിങ് ചെയ്തൊരു മൊമെൻ്റ് ആണെന്ന്. ഈ ഒരു സീൻ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ സ്പോയിലേഴ്സിൽ ഉണ്ടായിരുന്നത്. പിന്നെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ചെറിയൊരു ടൈറ്റിലുണ്ട്, സൈഡ് നെറോണ എമു വേഴ്സസ് മങ്കി ഡി ലൂഫി. സോ അടുത്ത ചാപ്റ്ററിൽ മുഴുവനായിട്ട് നമ്മുടെ ലൂഫിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു ഫൈറ്റിനെ കുറിച്ചും അവനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ചാപ്റ്ററിൻ്റെ അവസാനം പറയുന്നുണ്ട് അടുത്ത ആഴ്ചയും ബ്രേക്ക് ഒന്നും ഇല്ല എന്ന്. സോ നമുക്ക് അടുത്ത ആഴ്ച തന്നെ ഒരു ചാപ്റ്റർ പുതുതായിട്ട് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്കും വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഗെയിമിംഗ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അതുകൂടി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അതിൽ നമ്മുടെ ഗെയിമിലെയും കാര്യങ്ങളൊക്കെ ഫ്രീ ഫയറിൻ്റെ ഇടുന്നതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അതിൽ നൈസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. സോ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ ബൈ.